ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനീത ജോയ് ഫാമിലി വ്ലോഗ്സ്. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു കിടക്കാച്ചി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറേ പാചകവും ഇച്ചിരി പാചകമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പാചകത്തിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് കിട്ടിയേക്കണത് ഞണ്ടാണ് കേട്ടോ. തീരെ വലുതൊന്നുമല്ല, ഇച്ചിരി ചെറിയ സൈസാണ്. അപ്പോൾ ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ അരപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുളിവെള്ളമൊക്കെ പിഴിഞ്ഞഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും എല്ലാം ഉണ്ട്. നമ്മൾ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇടേണ്ടതെന്നുള്ളത്, അരപ്പരയ്ക്കുമ്പോൾ ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാനതൊന്നും ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഒരു 3 പച്ചമുളക് കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ ഞണ്ട് ഇങ്ങനത്തെ സംഭവമൊക്കെ വയ്ക്കുമ്പോൾ ഇച്ചിരി ചാറോട് കൂടി ഇരിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ ചാറ് വെച്ച് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് കിടക്കാച്ചിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കി വെച്ച് കൊടുത്തിട്ടോ. അത് കൂടുതൽ സമയം അടച്ചു വയ്ക്കാൻ പാടില്ല കേട്ടോ. എല്ലാം കൂടി തിളച്ച് കളഞ്ഞു പോവേ. ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഉടനെ മാറ്റുക കേട്ടോ. തിള വരുമ്പോഴത്തേക്ക് പിന്നെ അടപ്പ് മാറ്റിയിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. അടുത്തൊരു വേറെ സൈസ് ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മീനേ ഉള്ളൂ. നിറച്ച് ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇളക്കി കളയണം. എന്ത് മീനാണെന്ന് എനിക്കിതിൻ്റെ പേരൊന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ ഒരുപാട് ഇതുണ്ട് കേട്ടോ. അതിൻ്റെ പുറത്തിങ്ങനെ ചെതുമ്പൽ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പാടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി എടുത്ത് ഇത് ഞാൻ പൊരിക്കാനായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒരു ടാസ്ക്കായിരുന്നു. അതിൻ്റെ പുറത്ത് ഒരുപാട് ചെതുമ്പലായതുകൊണ്ട് എല്ലാം ഇളക്കി പറക്കി എടുക്കാനേ ഇച്ചിരി ടാസ്ക്കായിരുന്നു. അപ്പോൾ അത് എന്നിട്ട് ഞാനങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വരച്ചു കൊടുത്ത് നമുക്കിതിൽ മസാലയൊക്കെ പുരട്ടി അങ്ങനെ അതിനെ തികച്ച് പിടിപ്പിച്ച് വെക്കാം കേട്ടോ. ഇത് ഏത് മീനാണെന്ന് നിങ്ങൾക്കറിയോ ഗൈസ്? എനിക്കിതിൻ്റെ പേരറിയത്തില്ല. എന്തായാലും നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ ഇതിന് ഇച്ചിരി ക്ലീനിങ് ഇച്ചിരി ടാസ്ക്കാണ്. എന്നിരുന്നാലും സംഭവം ടേസ്റ്റുള്ള മീനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. സൈഡിലൊക്കെ ഉള്ളതൊക്കെ നല്ല സോഫ്റ്റാണേ. അതിൻ്റെ ഇത് വന്നിട്ട് മാംസവും വന്നിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് നല്ല പഞ്ഞ് പോലുള്ള ഒരു മീനാണ് കേട്ടോ. പേര് വലിയ പിടുത്തമില്ല എനിക്ക്. അപ്പോൾ ഇത് 5 ഉള്ളൂ കേട്ടോ. അപ്പോൾ 5 ആയതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഞണ്ട് കറിയും നമ്മുടെ പേരറിയാത്ത ഈ മീൻ ഫ്രൈയും പിന്നെ നമുക്ക് കുറച്ച് മുരിങ്ങയിലക്കറി ഉണ്ടല്ലോ, മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി തന്നെ അതിൻ്റെ ഇലയൊക്കെ ഇളക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൂടി ഇന്ന് തോരൻ വയ്ക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പാചകങ്ങൾ. അപ്പോൾ ഞാൻ ഓർത്തു അതൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ 2 ദിവസമായിട്ട് ലൈവ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. ഇച്ചിരി തിരക്കുകൾ കാരണമാണ് കേട്ടോ. ഫ്രീ ആകുമ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഇടാം. അപ്പോൾ അതേ കണ്ടില്ല, 5 മീനേ ഉള്ളൂ. ഞാൻ 5 നല്ലപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കുറച്ച് നേരം നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വരും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയാണ് കേട്ടോ നമ്മുടെ മുരിങ്ങയില. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനെ ഞാൻ ഇന്നലെ തന്നെ ഇളക്കി വെച്ചിരുന്നു കേട്ടോ. ഇത് ഇളക്കുന്നതൊക്കെ കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അപ്പോൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇളക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളിനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. അരിഞ്ഞിട്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് വളരെ എളുപ്പമാണ്. അപ്പോൾ വലിയ ഇലയാണ് കേട്ടോ. മുരിങ്ങ ഇലയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തോരനൊക്കെ വെച്ച് കഴിക്കണം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. ഇതൊക്കെയാണെങ്കിൽ വിഷാംശമില്ലാത്ത സാധനങ്ങളുമാണ്. അപ്പോൾ ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് മീഡിയം സൈസ് ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ചതച്ചെടുക്കേണ്ട തേങ്ങയിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പലരും പല രീതിയിലാണ് വയ്ക്കുന്നത്. ചിലർ ചതയ്ക്കാണ്ട് തേങ്ങ ഇട്ട് കൊടുക്കും. ഓരോടത്ത് ഓരോ രീതിയാണ് കേട്ടോ. ഇതിൽ നമുക്ക് മുട്ട ഉണ്ടെങ്കിൽ മുട്ട കൂടെയൊക്കെ ഇതിൽ പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇന്ന് ഞാൻ മുട്ട ആഡാക്കുന്നില്ല. മുട്ട ഇടാതെയാണ് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളി അല്ലാണ്ട് നമുക്ക് വഴറ്റിയിട്ടും ചേർക്കാം. പിന്നെ നമ്മളിങ്ങനെ ചതച്ചെടുത്തിടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് വയ്ക്കുന്നത്. അല്ല, വഴറ്റിയിട്ടും ചെയ്യാറുണ്ട്. ഇനി ആവശ്യത്തിന് ഇച്ചിരി ജീരകം, ഒരല്പം മുളക് പൊടി, പിന്നെ ഒരു നിറത്തിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി കേട്ടോ. ഇത്ര ഇട്ട് ഒരു ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവരാം കേട്ടോ. മിക്സിയുടെ ജാറിൽ ഒന്ന് ചതഞ്ഞ് കിട്ടുകയേ വേണ്ടുള്ളൂ. ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. പിന്നെ വേറെ എന്തൊക്കെയാണ് ഗൈസ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ട് ഹാപ്പിയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഞണ്ട് കറി അടിപൊളിയായിട്ട് തിളച്ച് കുറുക്കി ആവശ്യത്തിനുള്ള വേവായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് ഞണ്ടായതുകൊണ്ട്
ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. വലിയ ഞണ്ടാണെങ്കിൽ നല്ല സൂപ്പറായിരുന്നേനെ. ഇത് ചെറിയ ഞണ്ടാണ് കേട്ടോ. പിന്നെ ഞണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ചേട്ടൻ കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചീഞ്ഞതുപോലെ ഉണ്ട്. അപ്പം ഞാൻ ഇനി ഇതിലോട്ട് കടുക് താളിച്ചൊഴിക്കാൻ പോവാന്നേ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കേടായതുപോലെ ഞണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് കടുക് വേണമെങ്കിൽ പൊട്ടിക്കാം. ഞാൻ ഇതിലോട്ട് നമ്മളിങ്ങനെ മീനൊക്കെ വാങ്ങുന്നത് നമുക്ക് മീൻ കേടായി പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഉലുവ, കടുക് ഇതൊക്കെ കൂടി അരയ്ക്കണ സമയത്തും ആടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് നമ്മുടെ ഉലുവ പൊട്ടിച്ചിട്ട്, കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്, രണ്ടെണ്ണം ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും കൂടി ഇട്ടിട്ട് ഇത് ഞങ്ങൾക്ക് ഒരുപാട് കറിവേപ്പിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ രണ്ട് കറിയൊക്കെ വെച്ച് ഇച്ചിരി ചാറോട് കൂടി വെക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ ചാറ് വെച്ച് കഴിക്കാനാണ് കിടുക്ക്. അടുത്ത് നമുക്ക് തോരൻ വെക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കടുക് ഇട്ടു, വെളിച്ചെണ്ണയിലാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഇലയൊക്കെ ഇട്ട് കൊടുത്തോട്ടോ. ഇട്ടപ്പോഴേ കണ്ടില്ലേ ഒരു ചീനച്ചട്ടി നിറയണ്ടേ. ഇതിനിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് തട്ടുമ്പോഴത്തേക്ക് എല്ലാം കൂടി ചുരുങ്ങി ചെറുതാവും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇങ്ങനത്തെ ഇല ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള ഉപ്പൊന്ന് വാരി ഇട്ട് കളയരുത്. 2 സെക്കൻഡ് 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ചുരുങ്ങി ക്വാണ്ടിറ്റി കുറയും കേട്ടോ. ആ സമയമൊക്കെ ആകുമ്പോൾ വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. ആദ്യത്തെ അളവ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പൊക്കെ ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പം നല്ലതുപോലെ നമ്മൾ എല്ലായിടത്തോട്ട് അങ്ങോട്ട് ചിക്കി മറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചിക്കി മറിച്ച് എടുത്ത് വെക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോഴത്തേക്ക് എല്ലാം കൂടി ഇങ്ങനെ ചുരുങ്ങി നിറമൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഐറ്റംസാണ് കേട്ടോ. ലൈറ്റായിട്ട് ഇച്ചിരി നേരം മാത്രം മൂടി വെച്ചാൽ മതി. ഒരുപാട് സമയം നമ്മൾ മൂടി വയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. പിന്നെ എടുക്കുക എല്ലാം കൂടി വെള്ളമായിട്ട് വരും. ഇതിലുള്ള ജലമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഇല ഐറ്റംസ് ഒന്നും മൂടി വെച്ച് വേവിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ മാക്സിമം കൈ കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളേ. ഇതൊക്കെ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ മാക്സിമം ഉണ്ടാക്കി കഴിക്കുന്നത്. നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടി വളരാനും ഭയങ്കര ബെനിഫിറ്റ്സൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇത്. ഇത് അരച്ചും നമുക്ക് തലയിൽ തേക്കാട്ടോ. മുടി വളർച്ചയ്ക്ക് അടിപൊളിയാണ്. ഈ സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പിട്ട് കൊടുക്കുക. അരപ്പ് തട്ടി കൊടുത്തതിന് ശേഷം എല്ലായിടവും കൊള്ളുന്ന കണക്കിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അരപ്പൊക്കെ ഇട്ട് ചിക്കി മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു മുട്ടയോ 2 മുട്ടയൊക്കെ കൂടെ ആഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റുമാണ്. പിള്ളേരൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് മുട്ടയൊന്നും ചേർക്കുന്നില്ല, സിമ്പിളായിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും കൂടി നമ്മൾ ആക്കി കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് ചിലത് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും കേട്ടോ. ഇത് അങ്ങനെയൊന്നും ആവത്തൊന്നുമില്ല. നമ്മൾ നല്ലതുപോലെ ചിക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് സൂപ്പറായി വന്നോളും. ചെറുതായിട്ട് ആ തേങ്ങയുടെയൊക്കെ പച്ചമണം മാറാനായിട്ടാണ് ലൈറ്റായിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തത്. കണ്ടില്ല, ഇപ്പം നല്ലതുപോലെ ആവിയൊക്കെ കയറി നല്ല സൂപ്പറായിട്ട് നമ്മുടെ തോരൻ ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം നമ്മൾ ഇങ്ങനെ ആവി കയറ്റി നമ്മുടെ കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ തോരൻ നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. തീ എപ്പോഴും കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ കണ്ടില്ല, നല്ലതുപോലെ കണ്ടില്ല, ഒന്നും ഇങ്ങനെ ഉരുണ്ട് കൂടി കട്ട പിടിച്ചിട്ടൊന്നുമില്ല. കണ്ടില്ല, എല്ലാം വേറെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി, എല്ലാം സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അവിടെ നമുക്ക് നമ്മുടെ മീൻ ഫ്രൈ ആക്കാം. നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ മീൻ ഫ്രൈ ആക്കുമ്പോൾ ആ ഓയിലിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മീൻ അടുക്കി പിടിക്കാതെ കിട്ടും കേട്ടോ. നമ്മുടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, മീൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ, പിന്നെ എൻ്റെ കുറച്ച് വാചകമൊക്കെ. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ട് സേഫ്റ്റി ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കും. ഞങ്ങളുടെ ഇവിടെ ഇച്ചിരി മഴയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളാകുമ്പോഴാണ് മഴയൊക്കെ വരുന്നത്. അപ്പം നമുക്ക് എല്ലാ മീനും ഇതുപോലെ മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വറുത്ത് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താണ് വീഡിയോയ്ക്ക് കമൻറ്റും ലൈക്കും ഒക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പം എല്ലാവരും ഫസ്റ്റ് തന്നെ ലൈക്ക് അടിച്ചിട്ട് വേണമായിരുന്നു വീഡിയോ കാണാൻ. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഒരു പുതുപുത്തൻ കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ഓക്കെ, ടാറ്റാ, ബൈ.